ഒരാൾ രാത്രി 3 മണിയായിട്ടുണ്ട് എഴുന്നേറ്റിരുന്ന് എന്നെ വിളിക്കുമായിരുന്നേ. അപ്പുറത്ത് പോയി കയറി, ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ സൈഡിൽ എന്നെ ചോന്നിരിക്കണേ. എഴുന്നേറ്റ് എന്നെയും വിളിച്ചിരിക്കുക. കിടന്ന് ഉറങ്ങിക്കുക എൻ്റെ പൊന്ന് ഉറങ്ങിക്കേരി ഉറങ്ങിച്ചേരി അയ്യോ ടീ എന്തോ പിടിച്ച് കടിച്ച് കൊച്ചിൻ്റെ ചുണ്ടയിൽ പോളച്ചിരിക്കുന്നു. അവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? നീര് വന്നേക്കുന്നാന്ന് തോന്നുന്നല്ലേ? ശരി ശരി. താഴെ കുത്തിക്കണേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കണേ. അത് മാറ്റിക്കാം, ഫുള്ള് മാറ്റി. പാവം നമ്മുടെ ബെഡിൻ്റെ ചുണ്ടിയിൽ എന്തോ കടിച്ചു, കണ്ടോ? എന്തോ സാധനം കടിച്ചു. ഇത് എന്താണെന്നറിയാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എന്ത് സാധനം കടിച്ചാന്നൊരു പിടുത്തമില്ല. അതിങ്ങനെ അതേ കണ്ടോ പൊങ്ങി വന്നേക്കുവാ കൊച്ചിൻ്റെ. ഇതുവരെ ചുണ്ടയിൽ അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല, കടിച്ചിട്ടൊന്നുമില്ല. കയ്യിലൊക്കെ കടിക്കാറുണ്ട്, മുഖത്ത് കടിക്കാറുണ്ട്. ചുണ്ടയിൽ ആദ്യമായിട്ടാണ് കടിച്ചു കാണുന്നത്. കണ്ടോ പൊങ്ങി വന്നേക്കുന്നുണ്ടോ? പാവം. അവനാണെങ്കിൽ അത് അങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ടേ ആൾക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ആൾ നേരെ അത് കടിക്കാനായിട്ട് നോക്കുക, കടിച്ചു പിടിക്കുന്നുണ്ട്. അതുകൊണ്ടോ കടിച്ചു പിടിക്കാനായിട്ട് നോക്കുകയാണ്. ഇപ്പോൾ താന്നിരിക്കുന്നുണ്ട്, കണ്ട നേരെ അകത്തേക്ക് വെച്ചു. അപ്പം അപ്പുറത്തെ ആ ചേച്ചി അപ്പോൾ പൊങ്ങിന്ന് കേട്ടപ്പോൾ തന്നെ ഓർക്കത്തില്ല. രാത്രി 2:30-3 മണി കഴിഞ്ഞ കേട്ടോ. ചേച്ചി എഴുന്നേറ്റ് വന്ന് എണ്ണയൊക്കെ പെറ്റി കൊടുത്തു ബെഡിന്. എന്തോ പറ്റിയതാണോ? ബെറാക്കിയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കും കേട്ടോ. അത് എവിടെ അതേ നോക്കിയത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ മാറുന്നു, സൗണ്ടൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് ബെഡ് മൊത്തം കൺഫ്യൂഷനില്ല. ഇതുണ്ടോ ഭയങ്കര കൺഫ്യൂഷനായിട്ട് ചോദിക്കും. അത് എന്നാ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചിരിക്കുന്ന പോലും ഇല്ല ആള്. ഇതൊക്കെ മൂവ് ആവുന്നുണ്ട്, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ കാണാത്തൊരു സ്ഥലം. ഇത് ഇവിടെ കുറേ ലൈറ്റും. ഇത് കണ്ടോ നല്ലൊരു രസമുള്ള സ്ഥലവും. ഇത് ഏതാണോ സ്ഥലം അറിയാവുന്നൊരു കമന്റ്. എന്തായാലും ബെറാക്കിനെ ഇപ്പോൾ കിടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞു. അപ്പോൾ ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 8 മണി. അപ്പോൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഫുഡ് കൊണ്ടുവന്ന ഒരു ചേട്ടനാണ്. ഇവള് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിച്ചു. 4 ഇഡ്ഡലിയും 2 ബ്രെഡ് ഓംലേറ്റും. ഇനി പല്ല് തേക്കണം, കഴിക്കണം. ഇപ്പം ഞങ്ങളൊരു വലിയൊരു ടണലൊക്കെ പാസ് ചെയ്തു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അത് കാണാനും പറ്റത്തില്ല, മൊത്തം ഇരുട്ടായിരുന്നു. ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ മിക്കവാറും ഈ കാട്ടുതീയൊക്കെ പടരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കാരണം നമ്മുടെ നിറച്ച് ഉണങ്ങിയ ഇത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒരു വീട് കുത്തി വലിച്ചെറിഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു കേട്ടോ. ദൈവം അങ്ങനെയൊന്നും ഉണ്ടാതിരിക്കട്ടെ. ആകാശത്ത് കണ്ടോ ഒരു ജെറ്റ് പോയേക്കുന്ന പാട് കിടക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ചായ വന്നു. അപ്പോൾ ഞങ്ങൾ ചായ മേടിച്ചു. കേട്ടോ ചെറിയ ചായ. ഒരാൾക്ക് തലവേദന എടുക്കുന്നതെന്നും പറഞ്ഞ് ചായയുടെ ചൂടെടുത്ത് തലയിൽ വെക്കുന്നു. പുതിയ പുതിയ രീതികൾ. ഇത് കണ്ടോ, ഇതൊരു ഈ അപ്പുറത്ത് കാണുന്ന ഒരു പുഴയെങ്ങാണ്ടുമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തൊന്നും വെള്ളമില്ല. കണ്ടോ ഇന്നലെ 3 മണിക്ക് പിറക്കിയിട്ട് ചുണ്ടയിലെന്തോ സാധനം കടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു. അവന് ചേച്ചി എണ്ണയൊക്കെ പുരട്ടി കൊടുത്ത് ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിരിക്കുക ആളുടെ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അയ്യോ ഇപ്പോൾ ഓക്കെ ആയല്ലേ? അയ്യോ എന്നാലും ഉണ്ടടി. ഞാനൊന്ന് പല്ല് തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരാള് ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക. ബെറ്റി ഷീച്ചേ ഇപ്പം എങ്ങനെയുണ്ട് ചുണ്ട്? കാണിച്ചേ കൊച്ച് നോക്കട്ടെ. ഇപ്പം ഇച്ചിരി കുറവുണ്ട് അല്ലേ? ലേശം കുറഞ്ഞു. ഇന്ന് വെളുപ്പിനെ പോലെ അല്ല എന്തായാലും, എന്നാലും ഉണ്ട്, തടിപ്പുണ്ട്. പിന്നെ ഇവിടെ തരുന്ന കോഫീനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ല കോഫിയാണ്. 1 ലിറ്റർ പാല് കൊണ്ട് ട്രെയിൻ മൊത്തം അവർ കൊടുക്കും, വെള്ളം മാത്രം. കാപ്പി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. ഇവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു. ഇപ്പൊ അങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞേ. ഓക്കെ, ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്. കുഞ്ഞ് അത് കഴിക്കും, അത് കഴിഞ്ഞ് ഞാൻ കഴിക്കും.
ഒരു ട്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒരു അറ്റൻഡറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന. ഫുൾ ടൈം ഉണ്ട് പുള്ളി ഇവിടെ. അപ്പോൾ ഞാൻ മറ്റേ അറ്റൻഡറിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി പറയുകയാണ് ഇതിൽ 16 ബോഗിയുണ്ട്, പിന്നെ 3 ചെയർക്കാറുണ്ട്. അതിൽ 16 ബോഗിയിൽ 8 പേര് വെച്ച് 2 ബോഗി ഒരാൾ മാനേജ് ചെയ്യുന്നു. അങ്ങനെ ഈ ചേട്ടനാണെങ്കിൽ ഞങ്ങളുടെ ഈ ബോഗിയും പിന്നെ അവിടുത്തെ ആ ബോഗിയും കൂടിയാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി എപ്പോഴും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും പുള്ളി, പുതിയ ആൾക്കാർ വരുമ്പോൾ പുള്ളി നേരെ വന്നിട്ട് എല്ലാം നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഹീസ് ഗുഡ്. അപ്പോൾ ഇതിലതുണ്ട്. ഞങ്ങൾ നേത്രാവതിയിലൊക്കെ പോയപ്പോൾ അങ്ങനെ, നേത്രാവതിയിൽ അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല അല്ലേ? അവർ കൊണ്ട് വെച്ചിട്ടങ്ങ് പോകത്തുള്ളൂ. പുള്ളിയാണെങ്കിൽ എപ്പോഴും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ബെഡി ഫുഡെല്ലാം കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുവാണ്. അവൻ റെഡിയാ അല്ലേ ബെഡി? നീ റെഡിയല്ലേ? ആ സമയം കൊണ്ട് മോമി ഫുഡ് കഴിക്കാനായിട്ട് പോയി. പാൻട്രി ഇല്ലെങ്കിലും രാവിലെ അവർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും എല്ലാ ബോഗിയിലും കയറി ഉറപ്പ് വരുത്തുന്നുണ്ട്, എല്ലാവർക്കും ഫുഡ് കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. അങ്ങനത്തെ സർവീസസൊക്കെ ഇവർ ഇച്ചിരി കൂടെ നന്നായെന്ന് എനിക്ക് തോന്നണേ ശരിക്കും പറഞ്ഞാൽ. പണ്ടൊക്കെ ഇച്ചിരി മോശമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഗരീബിരത്തിൻ്റെ അകത്തേക്ക്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ചായയുടെ കാര്യം മാത്രമാണ് ചെറിയൊരു സീനുള്ളൂ. ചായ കൊള്ളത്തില്ല, കാപ്പിയും കൊള്ളത്തില്ല അല്ലേ അമ്മച്ചി? ക്യാമറയോട് നമ്മളെ കണ്ടുകൊണ്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട് അവരോട്. ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അധികം പേര് കാണത്തില്ലായിരിക്കും. പക്ഷെ പിന്നീട് ചിലപ്പോൾ ആൾക്കാരൊക്കെ എടുത്ത് നോക്കാൻ നേരത്ത് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ചേച്ചിമാർ ശരിക്കും നേഴ്സുമാരാണ്. ഇവർ ഇസ്രായേലിൽ പോകാൻ വേണ്ടിയിട്ടൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി 1 മാസത്തേക്ക് മുംബൈയിലേക്ക് പോരുന്നതാണ്. അപ്പുറത്തിരിക്കുന്ന ചേച്ചിക്ക് 9 മാസമുള്ള കൊച്ചുണ്ട്. അവർക്ക് 3 പിള്ളേരുണ്ട്. ഇപ്പുറത്തെ ചേച്ചിക്ക് കൊച്ചുണ്ട്, 2 പിള്ളേരുണ്ട്. അവരൊക്കെ ഇന്നലെ വിളിച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിള്ളേർ. പക്ഷെ അവർക്ക് ഇവനുള്ളതുകൊണ്ട് പിള്ളേരെ മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കാം. നമുക്ക് ചെറിയൊരു പറ്റില്ലെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ സ്റ്റോക്ക് ചെയ്തില്ല. വെള്ളം വന്നു. വെള്ളം വന്നു, കറക്റ്റ് വെള്ളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വെള്ളവും വന്നു. ഭയ്യ എത്ര മുഞ്ചാ? ഏക്ക ദോയാലോ 2 ദോ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വന്നു കേട്ടോ. ഭയങ്കരമായി പോയി. ഓക്കെ, അടിപൊളി. അമ്മച്ചിക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ വന്നു കേട്ടോ. നല്ല കാര്യം. ഓക്കെ, ഇനി ഞാനും ഫുഡ് കഴിക്കാൻ പോവാം. ഇതാട്ടെ, ഇഡ്ഡലിയും ബ്രെഡ് ഓംലേറ്റും. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. ഇവിടെ നിർത്തുന്നുണ്ടോ? നിർത്തുന്നില്ല, പക്ഷെ സ്ലോ ആക്കി. പക്ഷേ ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പുറത്തേക്കൊക്കെ ഒരു ചതുപ്പ് നിലം മാത്രം. ജിത്തേ എന്നാ പേര്. ആണ്ടെ ജിത്തേ. സ്റ്റേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു. കൊടി കാണിക്കാൻ ആളുമുണ്ട്. ഗ്രാമങ്ങളല്ലേ, ഇങ്ങനെ ഗ്രാമം ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റേഷൻ പണിതിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. ആലോചിക്കണ്ടേ, ആലോചിക്കണേ. അയ്യോ അതെ, അത് കണ്ടോ ഈ മലയുടെ ഒരു അത് കാണാനില്ലല്ലോ ഞാൻ. അത് പോയാ? അതെ സോറി, ഇത് അവിടെ അത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ? കണ്ടോ? എന്ത് മലയാണാവോ? കൊള്ളാം കാണാൻ. ആഗ്രഹിക്കുന്നത് എന്താണ്ട് സാധനം നടുക്ക് വെച്ച് പണിത് വെച്ച പോലെ. കുറച്ചു നേരം മുമ്പ് പറഞ്ഞില്ലായിരുന്നു കത്ത് പിടിച്ച് കിടക്കുന്നു. കത്ത് പിടിക്കാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് എവിടെയൊക്കെ കത്ത് പിടിച്ചേക്കുന്നു. ഈ സ്റ്റേഷൻ്റെ പേര് ആപ്പട്ട. ഞങ്ങൾ ഇതിനകത്ത് കണ്ടൊരു വീടുണ്ട്. ഇത് ഇങ്ങനെ നമ്മുടെ വീടാണോ അതോ ചെറിയ ഫാക്ടറി ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഭയങ്കര കുഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് സ്പെയർ പാർട്സ് കൊണ്ട് വെച്ചേക്കുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അത് ഇനി എന്തെങ്കിലും കമ്പനിയോ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ആണോ? ഭിത്തിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കമ്പനിയോ ചിലപ്പോൾ വീട് തന്നെ ആയിരിക്കാം കേട്ടോ. നമ്മളിപ്പോൾ പൻവേലെത്തി. പൻവേൽ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറും കൂടി ഉള്ളൂ താനേക്ക്. കുറേ പേര് പൻവേൽ ഇറങ്ങുന്നവരുണ്ട്, ഇഷ്ടംപോലെ പേര്. നമ്മുടെ ബോഗിയിൽ നിന്ന് തന്നെ ഒരു പകുതി മുക്കാലോളം ആളുകൾ ഇവിടെ ഇറങ്ങുന്നത്. പൻവേൽ ഇറങ്ങിയിട്ടാണ് മിക്ക ആൾക്കാർ ഓരോരോ സ്ഥലത്തോട്ട് പോകുന്നത്. താനെ പൻവേൽ ഈ മെയിൻ 2 സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ്. ഉണ്ടോ എന്തോരം പേര് ഇറങ്ങിയെന്ന് നോക്കി. ഇത്ര നേരം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ പേര് ഇവിടെ ഇറങ്ങിപ്പോയി. അങ്ങനെ
അവനെല്ലാവരും എടുത്ത് കളിപ്പിക്കുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് ടീം, വാട്ടർ പോളോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം നമ്മുടെ കോഴിക്കോട് ഓൾ ഇന്ത്യ ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ അത് കളിച്ചിട്ട് അവർ 4ാമത്തെ സ്ഥാനം നേടിയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണിത്. അതിലിവൻ ഭയങ്കര കരച്ചിലായിരുന്നു, എന്തോ ചെറിയ പോയിന്റ് കാരണമാണ് അവർക്ക് 4ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈബ് അടിച്ചാണ് കണ്ടത്. നല്ല പിള്ളേര്. ഞങ്ങൾ എത്തി, അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടി, താനെ എത്താറായത്. അതെ, ഇവിടെ നിന്ന് പിന്നെ കുറച്ചേ ഉള്ളൂ തോന്നുന്നല്ലേ, അടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബെറാക്കിനെ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മളിനി അങ്ങോട്ടേക്ക് പോയി നിൽക്കണം എന്നാണ് കുഞ്ഞു പറഞ്ഞത്. അങ്ങനെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തൊട്ടടുത്താണ്, പെട്ടെന്ന് ഇറങ്ങാനൊക്കെ പറ്റും. ചേച്ചി താങ്ക് യു, കാണാം. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. നമ്പർ താട്ടെ. അങ്ങനെ വെളുപ്പിനെ ആശ്വസിപ്പിച്ച ആന്റി എടുത്തു. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് ഉറക്കമായിരിക്കും, അത് ഞാൻ കൊണ്ടുപോകാന്നൊക്കെ. എല്ലാവരും ഓൾമോസ്റ്റ് ഇവിടെ കൊണ്ട് മിക്കവരും ഇറങ്ങും. താനെ ആകുമ്പോഴത്തേനും എല്ലാവരും തന്നെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ നേവിക്കാരും ബിറകി ഹായൊക്കെ കൊടുത്തു. നിൽക്കുന്ന കണ്ടോ, ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ സ്ഥലം എത്തി അല്ലേ മച്ചി? അമ്മച്ചിയുടെ വക ഉപദേശം നമുക്ക് കിട്ടിയിരിക്കുന്നു. എത്തിയല്ലേ അമ്മച്ചി നമ്മള് അവസാനം? ഓ, എന്നെ പറയാനാന്ന് പറ. അങ്ങനെ താനെ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ കാണുന്നില്ല. ചിലപ്പോ അപ്പുറത്തേക്ക് ഇച്ചിരി മാറിയിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങള് താനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ചേച്ചി വരിക. അങ്ങനെ ഇതിനകത്ത് ചേച്ചി വരെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതായത് അളിയൻ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരെയൊക്കെ കണ്ട് പരിചയപ്പെടല്ല. ഇത് ശരിക്കും നമ്മുടെ നെയ്ബേഴ്സാണ് ഇവിടുത്തെ വീട്ടിലെ. അപ്പോൾ അവരെ കണ്ടതാണ്. അവർ നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്നു, പക്ഷെ നമ്മളവരെ കണ്ടില്ലായിരുന്നു. എനിവേസ് എല്ലാം അടിപൊളിയായിട്ട് പോയി. ഓക്കെ, അത് നേവിക്കാരനാണ്, സേഫായിട്ട് എത്തി. അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ ഇതേ പോകുന്നു. നമ്മളിവിടെ തന്നെ പോയിട്ടില്ല, നമ്മളിവിടെ തന്നെ ഉണ്ട്, സാധനങ്ങളുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി, അവിടെ ഉണ്ട് കേട്ടോ, അവിടെ കയറിയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകണം. ഇത് നമ്മുടെ വാട്ടർ പോളോ ടീമാണ്, അവരാണ് പോകുന്നത്. താനെ തന്നെ ഇറങ്ങി. ആ പോട്ടറുകാരൻ നമ്മളോട് ചോദിച്ചു കേട്ടോ, ഇത് കയറ്റിക്കൊണ്ട് പോകണം. നമ്മൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാന്ന്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് തിരിച്ചു പോവുക. ബെഡ് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. ഇവിടെ അത്യാവശ്യം തിരക്ക്, ഇന്ന് എന്താ തിരക്കില്ല. ഈ സമയമായതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല. പക്ഷേ ഈ സമയമായതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. ഉച്ചയായതുകൊണ്ടാണ് തിരക്കില്ലാത്തത്, ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞത്. ഇവിടെ കാല് കുത്താനായിട്ട് സ്ഥലമില്ലാത്ത സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടെ. എന്തായാലും കൊള്ളാം. ഓക്കെ, ഇത് 8ാമത്തെ പ്ലാറ്റ്ഫോം. ഇവിടെ ലോക്കൽ വരത്തില്ല, ലോക്കൽ വരുന്ന പ്ലാറ്റ്ഫോം വേറെ സൈഡിലാണ്. അതെ, ഇവിടെ കുഴപ്പമില്ല. ബെഡൊക്കെ എൻജോയ് ആണ്, ഭയങ്കര എൻജോയ്മെന്റ് ബെഡിന്. ആണ് അവർ പോണു. അങ്ങനെ നമ്മൾ വലിയ സ്റ്റെപ്പുകളൊക്കെ കയറി ഇവിടെ എത്തി. ഞാൻ അവരെവിടെയാ, അവരും വലിയ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. ഓ, അതൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ടല്ലോ. പിന്നെ നീ അവനെ പിടിക്കുന്നോ, ഞാൻ എടുക്കണോ? അങ്ങനെ നമ്മൾ ടാക്സി കിട്ടുന്ന സ്ഥലത്തെത്തി. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതിലൊരു വഴിയൊക്കെ ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. അതിലാണ് ഞങ്ങൾ ഇതിലെ വന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് ഇതിലേ വരാൻ പറ്റി. അങ്ങനെ നമ്മൾ അവരെ കയറ്റി വിട്ടു. അവരിതേ കയറി പോകുന്ന വണ്ടിയിനകത്തുണ്ട്. ഞാനും അളിയനും കൂടെ ഞങ്ങൾ ബൈക്കിൽ അവരെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഫുൾ ഹോണടിയുടെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഹോണടിക്കാത്ത ഒരു സെക്കൻഡ് പോലും ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കണ്ട ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാട്ടോ ഈ വടാപ്പാവ് എന്ന് പറഞ്ഞത്. കാരണം ഇവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ വടാപ്പാവായി മാറാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സ്റ്റോളിൽ കണ്ടോ എന്തോരം പേര് നിന്നാ വടാപ്പാവ് കഴിക്കണേ. ഇന്ത്യൻ ബർഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഞാനിവിടെ ചാരി നിൽക്കാൻ വേണ്ടി നോക്കിയതാ. അയ്യോ, മുറുക്കി തുപ്പിയൊക്കെ ഇട്ടേക്കുന്ന സ്ഥലം ഇത് ഫുള്ള് കേട്ടോ. അങ്ങനെ അളിയൻ ബൈക്കായിട്ട് വന്ന് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി. അവരെ ഇനി പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
അവര് വേറെ നാട്ടിൽ, അവർ ചിലപ്പോൾ അവിടെ ചെന്ന് കാണുമായിരിക്കും. ഈ ഓട്ടോക്കാർ ഇവിടെ ഭയങ്കര സ്പീഡാണ്, ഒരു കാര്യമില്ലാണ്ട് പറത്തി വിടണേ. ഇച്ചിരി സ്ഥലമുള്ളെങ്കിലും ഭയങ്കര പറത്ത് വരും. പ്രാവിനെ പറപ്പിക്കാൻ നോക്കി ചമ്മിപ്പോയി. ഈ ബാഗ് ഉണ്ടല്ലോ, ഈ ഹാൻഡ് ബാഗ്, ഇത് ഇവൻ മേടിച്ച ബാഗാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എടുക്കുവാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നത്. അത് ഉപകാരമായിപ്പോയി, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനേ. ഇതിവിടെ നീ എത്ര രൂപയ്ക്ക് മേടിച്ചത്? 250 രൂപയ്ക്ക് മേടിച്ച ഈ ബാഗ്. 250 രൂപയുടെ ബാഗാണ് ഇത്. ഇത് കണ്ടോ? ഞാൻ ഹായ് കണ്ടോ, അപ്പുറത്തെ വണ്ടികളൊക്കെ വരുന്നു. അമ്പോ പോളി സാധനം കണ്ടോ, കണ്ടോ ഇങ്ങനെ പറന്നു വരിക. ഇങ്ങനെ പറന്നു വരാൻ നേരത്ത് കറക്റ്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ ഇവരെല്ലാം നമ്മുടെ നെഞ്ചത്തേക്ക് കയറും. കണ്ടോ, വന്ന കണ്ടോ, വന്ന കണ്ടോ, വന്ന കണ്ടോ. ശരിക്കും പറഞ്ഞാൽ യെല്ലോ സിഗ്നൽ ആയപ്പോഴത്തേനും അവരെല്ലാവരും ഗ്രീൻ കിട്ടിയ പോലെ എല്ലാം കൂടെ ഇങ്ങനെ പോകുന്നു. ഓരോ വണ്ടികളും നല്ല സ്പീഡ് വരും. അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ പിടിച്ച് നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അവർ നമ്മുടെ മേത്തേക്ക് കയറിയിരിക്കും. ഇവനെ ഇവിടെ ഓടിച്ച് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുതിരകൾ നിൽക്കുന്നു. നമ്മൾ ട്രെയിനിൽ വെച്ചൊരു ജെറ്റ് പോണ കണ്ടായിരുന്നില്ല? ഇത് ഇവിടെയും ഒരു ജെറ്റ് പോയ പാട് കിടക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വീടിൻ്റെ പരിസരത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അതേ വന്നോ. നമ്മൾ ഏകദേശം വീടിൻ്റെ പരിസരത്തേക്ക് എത്തി. ഇവിടെ ഒരു റൗണ്ട് ബോട്ട്, നല്ല രസമുള്ള റൗണ്ട് ബോട്ട്. ഇവിടെ ദീപാവലിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് അല്ലേ, രാത്രി കത്തും അല്ലേ? രാത്രി ആകുമ്പോൾ നല്ല രസമായി. ഇത് ഫുള്ള് ലൈറ്റാണ്. ഇത് കണ്ടോ, ഒരു ലാഫിംഗ് ബുദ്ധ ഇരിക്കുന്നുണ്ടോ, സുന്ദരൻ. ബെറാക്കിയുടെ ഒക്കെ കണ്ടല്ലേ. നമ്മൾ ഏകദേശമൊക്കെ എത്തി. ഇവരെ നമ്മൾ നേരത്തെ പിടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരുമിച്ച് എത്തി. അല്ലെങ്കിൽ അവർ പോകുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. അയ്യോ, ബെഡ് കരയുവാണല്ലോ. എന്നെ പറ്റി? ഇനി സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് മേളിലേക്ക് കയറണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം കയറ്റി ഇവിടെ കൊണ്ടുവച്ചു. അതെ, ആളെയും കയറ്റി കൊണ്ടുവച്ചു. അവന് ഉറങ്ങി. അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. അതാണ്ട് ഒരാളുടെ ഫോട്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നു. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഷാജിയപ്പനല്ല, ലിഷയുടെ പപ്പയാണ്. ഓക്കെ, ഞാൻ വേറെ സാധനം കാണിച്ചു. എടാ പക്ഷെ ഇതല്ല കേട്ടോ. എന്താണ് ഇതല്ല? അയ്യോ എന്നെ പൊന്നെ, എന്നാ പെണ്ണെ, എന്നാടി ഇത്? ലിഷയുടെ അമ്മയാണ്, ശൈലമ്മ. ആള് ടീച്ചറാണ്, ഇവിടെ അടുത്ത പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ പോകുന്നു. രണ്ടുപേരും കൂടെ ഒരുത്തന്നെ വെള്ളം കൊടുക്കുക. അവന്റെ കപ്പിപ്പോ വരും, അവന്റെ കപ്പിപ്പോ വരും. ഒരു തുള്ളി പോലും കിട്ടിയില്ലെന്ന്. ആ ബെഡിന്റെ കപ്പ് വന്നേ, ബെഡിന്റെ കപ്പ് വന്നേ. കണ്ട, അവന്റെ സാധനം കിട്ടിയപ്പോ അവൻ സ്വന്തമായി ഇരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ടോ, ഇതുണ്ടല്ലോ, ഇത് 10-15 വർഷത്തിന് മേളിലായി ഈ സ്പീക്കർ. പക്ഷെ ഇത് ക്വാളിറ്റി ഉണ്ടോ? അരെ വാ, ഇത് ഷാജിയപ്പം മേടിച്ച് വെച്ച സ്പീക്കറാട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ട്രാവൽ വ്ലോഗ് ഓൾമോസ്റ്റ് ഡണ്ണായി. നമ്മൾ വീട്ടിൽ വന്ന് ചേർന്നു. ബെറാക്കി വാസ് വെരി ഫൈൻ, ഇപ്പോഴും ഫൈനാണ്. നമ്മളിനി അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇറ്റ്സ് us, ബ്ലെഷ ആൻഡ് ബൈ ബൈ ബൈ. നാളെ കാണാം, അല്ല അടുത്ത വ്ലോഗിൽ കാണാം.